പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മഹാദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ടെക്നോളജികളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പല രാജ്യങ്ങളിൽ ഉള്ള ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം നൽകുന്ന കർത്താവിന് ദാസൻ ഇവാഞ്ചലിസ്റ്റ് മാത്യു വി ഡാനിയൽ, അദ്ദേഹം ഞങ്ങളുടെ പ്രിയ സാംബി ഡാനിയൽ പാസ്റ്ററുടെ സഹോദരനാണ് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാംബി ഡാനിയൽ പാസ്റ്ററുമായിട്ട് ദീർഘവർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ പ്രത്യേകമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയെക്കുറിച്ച് എനിക്ക് എന്നോട് പറയുകയും അതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തത് പ്രിയ ഷിബു ബ്രദറും ഷെയർലെസ് സിസ്റ്റർ വാത്സല്യ കുടുംബമാണ്. വളരെ ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചതാണ്, എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ ഒരു ഫ്രൈഡേ ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാമോ എന്ന് എന്നോട് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് സാവകാശം ലഭിച്ചത്. അവരും വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജോലിയുടെ ബദ്ധപ്പാടും തിരക്കും ഒക്കെ ഉള്ള കാരണം 3 വർഷം ഞാൻ അവരുടെ പാസ്റ്റായിരുന്നുകൊണ്ട് എനിക്ക് ആ കുടുംബത്തെ നന്നായി അറിയാം. വലിയ ബദ്ധപ്പാടും തിരക്കുകളും ഒക്കെ ഉള്ള സാഹചര്യത്തിന് നടുവിലും ദൈവം അവർക്ക് കൊടുത്ത കൃപ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രത്യേകിച്ച് അനുഗ്രഹ വോയിസ് എന്ന നിലയിൽ ഷുബ്രറും ഷെയർലെസ് സിസ്റ്ററും ജോയന്ന മോൾ അവർ കുടുംബമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയ പ്രിസ്കില്ല ആൻറ്റി, രവി അങ്കിള്, ഇങ്ങനെ പല പ്രിയപ്പെട്ടവരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വലിയ ദാസന്മാർ പലരും, സുശീലം പാസ്റ്റർ, സജി പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റ് സാജൻ അടൂർ, ഇങ്ങനെ അതിയായ പല കർത്താവിൻ്റെ ദാസന്മാരും ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും താല്പര്യത്തോടും ആയിരിക്കുന്നോ അത്രത്തോളം അത് നിങ്ങളോട് പറയുവാനുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെയാണ് ഞാനും ആയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കാൻ ഈ 2026 അല്ലെങ്കിൽ 2025 അവസാന ആഴ്ച മുതൽ ദൈവം പ്രത്യേകമായ നിയോഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സമയം ഞാനിപ്പോൾ 32 വർഷമായി പൂർണ്ണ സമയ ശുശ്രൂഷയിലായിട്ട്. എന്നാൽ ഈ 32 വർഷങ്ങളിലെ എക്സ്പീരിയൻസിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാൻ ദൈവം ചില നിയോഗങ്ങൾ നൽകി ആ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതൽ ആരായാലും അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള, ദൈവം കരുതിയിട്ടുള്ള 10 അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 10 വിടുതലുകളെക്കുറിച്ച്, 10 നന്മകളെക്കുറിച്ച് യിരെമ്യാവിൻ്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ആ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് എനിക്ക് പരിശുദ്ധാത്മ നിയോഗമുള്ളത്. ആ യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം, ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 33, 33-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും സഭാപരവും നാം പാർക്കുന്ന ദേശവും ഒക്കെയായി ബന്ധപ്പെട്ട 10 കൂട്ടം വിടുതലുകളെക്കുറിച്ച്, 10 കൂട്ടം അനുഗ്രഹങ്ങളുടെ കലവറകളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ നമ്മളോട് സംസാരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്
70 വർഷത്തെ ബാബിലോണിയ അടിമത്വത്തിൽ, ബാബിലോണിയ പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ടാണ് യിരെമ്യാവിലൂടെ സംസാരിക്കുന്നതെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ തിരുവചന ഭാഗങ്ങളും ഓരോ സമൂഹത്തെ, ഓരോ കൂട്ടം ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും അതെല്ലാ കാലങ്ങളിലുമുള്ള ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൂതായിട്ടാണ് നാം അത് മനസ്സിലാക്കുന്നത്, അല്ലേ? പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതി, ആരോ പറഞ്ഞതുപോലെ കൊലോസ്യർക്ക് ലേഖനം എഴുതിയെങ്കിൽ കോഴഞ്ചേരിക്കാരൻ എന്താ അതിനകത്ത് കാര്യമെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കൊലോസ്യരെ ഉദ്ദേശിച്ചാണെങ്കിലും ആ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തും കൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവസഭയോടുള്ള ദൂതാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനം ബാബിലോണി അടിമത്വത്തിലേക്ക് പോയി. അവരവിടേക്ക് പോകരുതായിരുന്നു. ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള പ്രമാണം ലംഘിച്ചാൽ നിങ്ങൾ അടിമത്വത്തിൽ പോകും, നിങ്ങൾ പ്രവാസത്തിൽ പോകും. അതുകൊണ്ട് പ്രമാണം ലംഘിക്കരുത്, വചനം ലംഘിക്കരുത്, ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ ദൈവം പറഞ്ഞതാ. പക്ഷേ അവർ ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ പ്രമാണം വിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട് അവരുടേതായ ബുദ്ധിയിൽ, അവരുടേതായ ചിന്തയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവിക ന്യായവിധി അവരുടെ മേൽ വന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ അടിമത്വത്തിലേക്ക് പോകാനിടയായത്. എന്നാൽ അടിമത്വത്തിനും ദൈവം ഒരു ബ്രാക്കറ്റ് പീരീഡ് വെച്ചിട്ടുണ്ട്, 70 വർഷം. ആ 70 വർഷം കഴിയുമ്പോൾ അവിടെ നിന്നൊരു പുറപ്പാടുണ്ടാകും. ബ്രാക്കറ്റ് ദൈവം മാറ്റും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അതിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവത്തിന്റെ ഒരു അഭിഷിക്തനായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവിനെ വീപ്പിംഗ് പ്രോഫറ്റ് അല്ലെങ്കിൽ കരയുന്ന പ്രവാചകനായിട്ടാണ് നമുക്ക് കാണാനിടയായിത്തീരുന്നത്. കാരണം യിരെമ്യാവിന്റെ പ്രവചനം കൂടാതെ വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാവിനാൽ എഴുതപ്പെട്ടതാണ്. കാരണം യിരെമ്യാവ് ജനം പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് പ്രവചന ശുശ്രൂഷ ആരംഭിച്ച ആളാണ്. അപ്പൊ ജനം പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ്, ജനം പ്രവാസത്തിൽ അടിമത്വത്തിൽ പോയപ്പോൾ ഉണ്ടായ യെരുശലേം നഗരത്തിന്റെ ശൂന്യാവസ്ഥ, പ്രവാസത്തിൽ എത്തിയ ജനത്തിന്റെ ആത്മീക നില, ഇതൊക്കെ മനസ്സിലാക്കി പ്രവചിച്ച പ്രവാചകനാണ്. യിരെമ്യാവിനെ കുറിച്ച് നാം പഠിച്ചാൽ, യിരെമ്യാവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി യിരെമ്യാവിനെ കണ്ടു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം വിശുദ്ധീകരിച്ചു അല്ലെങ്കിൽ വേർതിരിച്ചു. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമുക്കത് കാണാനിടയായിത്തീരും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം വിശുദ്ധീകരിച്ചു. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കോൺസിക്രേറ്റഡ് എന്നാണ്, വേർതിരിച്ചു എന്നാണ്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നുകൂടെ അതിന്റെ അർത്ഥമുണ്ട്. അപ്പൊ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അറിഞ്ഞു, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു. മൂന്നാമത്, ജാതികളുടെ പ്രവാചകനായിട്ട് ദൈവം യിരെമ്യാവിനെ നിയമിച്ചു, ഓർഡൈൻ ചെയ്തു അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ന്യൂ ഹിം, അറിഞ്ഞു, കോൺസിക്രേറ്റഡ് ഹിം, വിശുദ്ധീകരിച്ചു അല്ലെങ്കിൽ വേർതിരിച്ചു, അപ്പോയിന്റഡ് ഹിം അല്ലെങ്കിൽ അവനെ നിയോഗിച്ചു. അപ്പൊ ഈ 3 കാര്യങ്ങളും യിരെമ്യാവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തതാണ്. ഈ ശുശ്രൂഷയിൽ വ്യത്യസ്ത നിലകളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോടും ദൈവദാസിമാരോടും ഞാൻ ഉൾപ്പെടെ നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്, നമ്മളെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. നമ്മൾ വ്യത്യസ്തമാകുന്ന ജോലികളൊക്കെ ചെയ്ത് നമ്മുടേതായ വഴികളിൽ ജീവിക്കുമ്പോഴും ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്.
നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം നൽകിയത്. ഇന്ന് ഈ നിലകളിൽ ആരോഗ്യത്തോടും സമാധാനത്തോടും സൗഖ്യത്തോടും നാം ആയിരിക്കുന്നതും ദൈവിക ഉദ്ദേശവും ദൈവിക ശുശ്രൂഷയുടെ വിളിയും നമ്മുടെ മേലുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് സമാനമായ പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ പലരും ഇന്ന് ഈ ഭൂമുഖത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഈ ഭൂമുഖത്ത് നിൽക്കുന്നത് ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ ആരോഗ്യവും നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ദൈവം ബോണസായി തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട്. അപ്പൊ യിരെമ്യാവ് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഉടനെ ദൈവം അവന്റെ വായി തൊട്ടു. നിങ്ങൾ 1-ാം അധ്യായം ശാന്തമായി പഠിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇടയായിത്തീരും. അപ്പൊ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടു, ദൈവം വേർതിരിച്ചു, ദൈവം നിയോഗിച്ചവൻ. എനിക്ക് വർത്താനം പറയാൻ അറിയത്തില്ല, കാരണം സംസാരിക്കാൻ അറിയാത്തവൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്? പക്ഷെ ദൈവം വിട്ടില്ല. സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം എന്നാ മോൻ പൊക്കോ, ഞാൻ സംസാരിക്കാൻ അറിയാവുന്ന വേറൊരാളെ തെരഞ്ഞെടുത്തോളാമെന്ന് ദൈവം പറഞ്ഞില്ല. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എൻ്റെ കഴിവുകേട്, എൻ്റെ ബലഹീനത അല്ലേ, അത് ഇന്നതാണെന്ന് സമ്മതിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ കണ്ടു, ദൈവം നമ്മളെ വേർതിരിച്ചു, ദൈവം നമ്മളെ നിയോഗിച്ചു. നമ്മൾ 100% കഴിവുള്ളവരായതുകൊണ്ടല്ല. നമ്മളിൽ എല്ലാവരും കഴിവുകേടുകളുണ്ട്, ബലഹീനതകളുണ്ട്. എന്നാൽ എവിടെയാണ് പ്രശ്നം, ഏത് ഏരിയയിലാണ് പ്രശ്നം, അത് സമ്മതിച്ചാൽ അവിടെ തൊട്ട് ആ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവം. യിരെമ്യാവിനെ ദൈവം തൊട്ടു. ദൈവത്തിന്റെ ആലോചന പറയുവാൻ അവന്റെ അധരത്തെ, അവന്റെ വായെ ദൈവം തൊട്ടു. അങ്ങനെ യിരെമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവം ഏകദേശം 20 വയസ്സ് പ്രായമാകാറാകുന്ന സമയത്താണ് വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെയൊക്കെ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെങ്കിലും ദൈവത്തിന്റെ സമയമാകുമ്പോഴാണ് ദൈവം ആ വഴിയിലേക്ക് നമ്മെ തിരിച്ചിട്ടുള്ളതും തിരിക്കുന്നതും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഏകദേശം 20 വയസ്സോളം പ്രായമായപ്പോൾ യിരെമ്യാവിനെ ദൈവം നിയോഗം നൽകി ഇറക്കി. അന്നേരമാണ് യിരെമ്യാവ് പറയുന്നത്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനാണ്, ഞാനൊരു ടീനേജറാണ്. ചരിത്രം പറയുന്നു, നീണ്ട 50 വർഷങ്ങൾ യിരെമ്യാവ് പ്രവാചക ശുശ്രൂഷ ചെയ്യുവാനിടയായിത്തീർന്നു. പക്ഷേ ദൈവം വിളിച്ചു, ദൈവം വേർതിരിച്ചു, ദൈവം വിശുദ്ധീകരിച്ചു, ദൈവം നിയോഗിച്ചു. എന്നാൽ യിരെമ്യാവിന്റെ പുസ്തകം നിങ്ങൾ ശാന്തമായി പഠിച്ചാൽ മനസ്സിലാകും, സാധാരണ ഒരു മനുഷ്യരും കടന്നു പോകാത്ത അതികഠിനമാകുന്ന പ്രതികൂലങ്ങളിലൂടെ, അതികഠിനമാകുന്ന ഭാരങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ യിരെമ്യാവ് കടന്നുപോയി. യിരെമ്യാവിനുണ്ടായ വെല്ലുവിളികൾ പുറത്തു നിന്നുള്ളതിനേക്കാൾ അധികം അകത്തു നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നു. യിരെമ്യാ പ്രവചനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, താന്റെ ദൂത് രാജാവ് കത്രിക കൊണ്ട് കത്രിച്ച് നെരുപ്പോട്ടിലിട്ട് ചുട്ടുകളഞ്ഞു. ദൂത്, കാരണം പ്രവാചകനും രാജാവും പുരോഹിതനും കൂടെ പഴയ നിയമത്തിൽ രാജ്യം നടത്തുന്നത്. പഴയ നിയമത്തിൽ 3 ഓഫീസുകളാണുള്ളത്: രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. പുതിയ നിയമസഭയ്ക്ക് 5 കൂട്ടം കാര്യങ്ങളാ: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചർ. ഈ 5 കൂട്ടം ആളുകളെ കൊണ്ടാണ് പുതിയ നിയമസഭ യേശു പണിയുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ ജനത്തെ ദൈവം നടത്താൻ വെച്ചിട്ടുള്ള 3 കൂട്ടം ആളുകളാണ് രാജാവും പ്രവാചകനും പുരോഹിതനും. ഇവര് 3 പേരോടെ കൂടിയാണ് രാജ്യം ഭരിക്കുന്നത്. രാഷ്ട്രീയവും ധാർമ്മികവും ആത്മീയവുമാകുന്ന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് ഇവര് 3 പേരും കൂടിയാണ്. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ പ്രവാചകന്മാരെ താമസിപ്പിച്ചിരുന്നു, ചെല്ലും ചെലവും കൊടുത്ത് താമസിപ്പിച്ചിരുന്നു. യെശയ്യാവ് ഒരു കൊട്ടാരം പ്രവാചകനായിരുന്നു.
ആഹാസ്, യോഥാം, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരത്തിൽ താമസിച്ച് പ്രവചിച്ച പ്രവാചകനായിട്ടാണ് യെശയ്യാവിനെ നമുക്ക് കാണാനിടയായിത്തീരുന്നത്. അപ്പോൾ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ രാജാവ് ദൂത് നെരിപ്പോട്ടിലിട്ട് ചുട്ടുകളയുന്നു. അതിനേക്കാൾ വിഷമകരമായ ഒരു കാര്യം, പശൂർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ദൂത് പറഞ്ഞതിന്റെ പേരിൽ യിരെമ്യാവിനെ എന്ത് ചെയ്തു? അടിച്ചു. വേറൊരു ഭാഗത്ത് വായിക്കുന്നു, വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയിൽ യിരെമ്യാവിനെ തള്ളിയിട്ടു. ഓർത്ത് നോക്കിയേ, വെളിയിൽ നിന്നുള്ള പ്രശ്നത്തെക്കാൾ അധികം ദൈവം വിളിച്ചവനാ, ദൈവം കണ്ടവനാ, ദൈവം വേർതിരിച്ചവനാ, ദൈവം നിയോഗിച്ചവനാ, ദൈവം അപ്പോയിന്റ് ചെയ്തവനാ, അല്ലെങ്കിൽ ദൈവം ഓർഡിനേഷൻ കൊടുത്തവനാ, ഓർഡൈൻ ചെയ്തവനാ. എന്നാലും ഈ വെല്ലുവിളികളെല്ലാം യിരെമ്യാവ് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട്, ദൈവദാസിമാരോട്, പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ പറയാനുള്ളത്, നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു, ദൈവം ജനിപ്പിച്ചു, ദൈവം നമ്മളെ വേർതിരിച്ചു, ദൈവം നമ്മളെ നിയോഗിച്ചു. കാര്യമൊക്കെ ശരിയാണെങ്കിലും കഷ്ടങ്ങളോടും നിന്ദകളോടും അപമാനങ്ങളോടും വെല്ലുവിളികളോടും കൂട്ടുകെട്ടുകളോടും കൂടെയൊക്കെ തന്നെയാണ് ഇഹലോക ജീവിതത്തിലെ ശുശ്രൂഷ എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഇയ്യോബിനെ കൂടാതെ സ്വന്തം ജന്മദിവസത്തെ ശപിച്ച ഒരു മനുഷ്യനാണ് യിരെമ്യാവ്, അല്ലേ? യിരെമ്യാവ് ഒരിക്കൽ ചോദിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ച് എൻ്റെ ജീവകാല ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ എന്തിനാ ഉദരത്തിന്ന് പുറത്തു വന്നതെന്ന്. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടു എന്നും വിശുദ്ധീകരിച്ചു എന്നും നിയോഗിച്ചു എന്നും ദൈവം പറഞ്ഞതാ. ആ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എന്തിനാ എന്നെ പോലെ ഒരുത്തനെ ഈ ഭൂമി ജനിപ്പിച്ചത്? എന്തിനെന്നെ സൃഷ്ടിച്ചു എന്ന് പോലും ദൈവത്തോട് ചോദിക്കത്തക്ക ഒരു മാനസിക സ്ഥിതിയിലൂടെ യിരെമ്യാവ് കടന്നുപോയി. അപ്പോൾ വ്യത്യസ്തമാകുന്ന വേദനകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും തൻ്റെ ശുശ്രൂഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ താൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. 33 അധ്യായത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവിനെ രാജാവ് പിടിച്ച് ജയിലിന്റെ മുമ്പിൽ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ആ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. ജെറമ്യ ചാപ്റ്റർ 33 33 അധ്യായം 1 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യിരെമ്യാവ് കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കോർട്ട് ഓഫ് ദ പ്രിസൺ എന്നാണ്. ജയിലിന്റെ മുമ്പിലെ പ്രാകാരത്തിൽ, അല്ലെങ്കിൽ ജയിലിന്റെ വാതിക്കൽ, കാരാഗ്രഹ വാതിക്കൽ യിരെമ്യാവിനെ അടച്ചിട്ടിരിക്കുക. ഹൗസ് അറസ്റ്റ് പോലെ അടച്ചിട്ടിരിക്കുക. നിങ്ങൾ ഓർത്ത് നോക്കിയേ, കള്ളനായതുകൊണ്ടാണോ, കൊള്ളക്കാരനായതുകൊണ്ടാണോ, രാജ്യദ്രോഹി ആയതുകൊണ്ടാണോ, ചതിയനോ ദുഷ്ടനോ വഞ്ചകനോ ആയതുകൊണ്ടാണോ? അല്ല, ദൈവത്തിന്റെ ദൂത് പറഞ്ഞതിന്റെ പേരിൽ. എന്താ പറഞ്ഞ ദൂത്? പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പേ പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. അവരത് കേട്ടില്ല. അവർ ആ വചനത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞു. അടിമത്വത്തിൽ പോയി. അവിടെ ചെന്ന് ബാബേൽ നദിയുടെ തീരത്ത് ചെന്ന് കിന്നരങ്ങളെല്ലാം അലരി വൃക്ഷത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടും കൊണ്ട് കബാർ നദിയുടെ തീരത്തിരിക്കുക. ബദ്ധരാക്കിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞൊരു പാട്ട് പാടാവോ? അവർ പറഞ്ഞു, ഇല്ലില്ല, പാടത്തില്ല. നിങ്ങളുടെ സന്തോഷം ഒന്ന് വെളിപ്പെടുത്താമോ? കാരണം യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ എന്നാ, അല്ലേ? നിങ്ങളുടെ സന്തോഷം പാട്ടിലൂടെ നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്താവോ? പ്രിയമുള്ളവരെ, നമുക്ക് നല്ലൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിലും, നല്ലൊരു പാട്ട് പാടണമെങ്കിലും, ആത്മനിറവിൽ ശുശ്രൂഷിക്കണമെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആണെങ്കിൽ നമുക്ക് വേണ്ട നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്ര മിടുക്കരാണേലും, എത്ര കഴിവുള്ളവരാണേലും, എത്ര പ്രസംഗിയാണേലും, എത്ര പാട്ടുകാരനാണേലും, എന്തെല്ലാം ചെയ്യാൻ കഴിയുന്ന ആളാണെന്ന് പറഞ്ഞാലും മനസ്സിന്റെ ഏകാഗ്രത പോയാൽ, മനസ്സിന് വിഷമം തട്ടിയാൽ, മനസ്സിന് ഭാരം ഉണ്ടായാൽ നമുക്ക് വേണ്ട നിലയിൽ ഫലവത്തായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ അടിമത്തത്തിൽ പോയ അവരെ കിന്നരമുണ്ട്. പക്ഷെ അവർക്കത് അത് 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 കിന്നരം വീട്ടി പാടാൻ പറ്റുന്നില്ല. അവര് പറയാ, ഈ അന്യദേശത്ത് ഞങ്ങൾ യഹോവയുടെ ഗീതം എങ്ങനെ പാടും? ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കള്ളപ്രവാചകന്മാർ അവരുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റു. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം രമ്യാവിന്റെ പ്രവചനത്തിലുള്ള കാര്യമാണ്. സമയബന്ധിതമായി ശുശ്രൂഷ നിർത്തേണ്ടത് കൊണ്ടാണ് ഞാൻ റെഫറൻസ് ഒന്നും എടുത്ത് വായിപ്പിക്കാത്തത്. പുസ്തകവുമായിട്ട് പരിചയമുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഇനി മനസ്സിലാകാത്തവര് ശാന്തമായി പുസ്തകം വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഇടയിൽ നിന്നുള്ള ചില കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ അടിമത്വം തീരാൻ പോവാ, നിങ്ങളിപ്പോ ഇവിടുന്ന് തിരിച്ചു പോകും, ഇത് അധികാലം നീണ്ടു നിൽക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള ചില കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ജനത്തെ വഴിതെറ്റിക്കാറില്ലേ അല്ലേ? അങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ, കുടുംബജീവിതം മുടങ്ങിപ്പോയ, വീട് പണി മുടങ്ങിപ്പോയ, ശുശ്രൂഷ മുടങ്ങിപ്പോയ എത്രയോ കേസുകളുണ്ട്. എന്നാൽ ദൈവം വെച്ചിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇപ്പൊ 4 വർഷം കൊണ്ട് പഠിച്ച് പാസ്സായി ഗ്രാജുവേറ്റ് ചെയ്യേണ്ട ഒരു എഞ്ചിനീയർ, ഒരു സിവിൽ എഞ്ചിനീയറിനെ 4 മാസം കൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണേ പറ്റും. പക്ഷെ അവൻ പണിയുന്ന പാലത്തിൽ കൂടെ നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? 4 കൊല്ലം കൊണ്ട് പഠിച്ച് ജോലിക്ക് കയറേണ്ട ഒരു BSc നേഴ്സിനെ വേണമെങ്കിൽ 6 മാസത്തെ കോഴ്സ് കൊടുത്ത് സർട്ടിഫിക്കറ്റും കൊടുത്ത് വേണേ ഇറക്കാം. പക്ഷെ ആ നേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന, പരിചരിക്കുന്ന രോഗിയുടെ കാര്യം വലിയ കഷ്ടമായിരിക്കും. 5 വർഷവും 6 വർഷവും കൊണ്ട് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടർ ആകേണ്ട ഒരാൾ 6 മാസം കൊണ്ട് ഡോക്ടർ ആയാൽ എങ്ങനെയാ ആ ഡോക്ടർ രോഗികളെ ചികിത്സിക്കും? അപ്പൊ ഈ 4 വർഷം 6 വർഷം 8 വർഷം എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല. ഇതുപോലെ ഓരോരുത്തരും ഓരോ വിഷയത്തിന് പാകമായി വരാൻ ദൈവം ആഗ്രഹിക്കുന്ന പാകത്തിൽ, പക്വതയിൽ വരാൻ ദൈവം വെച്ചിരിക്കുന്ന ചില ടൈമുകളുണ്ട്. അതിനു മുമ്പേ നമ്മൾ എത്ര തിടുക്കം കാണിച്ചാലും, എത്ര ആവേശം കാണിച്ചാലും അത് ഇമ്മച്യൂറായി മാറത്തേ ഉള്ളൂ അല്ലേ? ഇപ്പം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ 4-ാം മാസത്തിലോ 5-ാം മാസത്തിലോ ജനിക്കേണ്ടി വന്നാൽ ആ കുഞ്ഞിന് ഇമ്മച്യൂറായ ഒരു കുഞ്ഞാണ്, വേണ്ട പക്വതയിൽ എത്തിയിട്ടില്ല. അതിനെ പിന്നെ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് ഫോട്ടോതെറാപ്പിയൊക്കെ ചെയ്താണ് ഒരു പരുവത്തിന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എങ്കിലും ഒരു സമയം വരെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു കാര്യത്തിനും അവിവേകം കാണിക്കരുത്, തിടുക്കം കാണിക്കരുത്. ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ സമയത്ത് ദൈവിക പൂർണ്ണതയിൽ ആമേൻ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ദൈവം പ്രവാസത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയി. ചില കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളുടെ അടിമത്വം തീരാൻ പോവുക, നിങ്ങൾ ഇവിടുന്ന് പോകാൻ പോവുക. ഈ ദൂത് കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല, അവരെ കല്യാണം കഴിപ്പിക്കുന്നില്ല, വീട് പണിയുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. ഇവരിങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടുമോ എന്നുള്ള ചിന്തയിലിരിക്കുക. അന്നേരമാണ് ഇരമ്യാവ് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നത്. ഇരമ്യാവ് 25:11 ഇരമ്യാവ് 25:11 നാം വായിക്കുന്നു, യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ടേ തീരുകയുള്ളൂ. 70 വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇനി എത്ര നിർബന്ധം പിടിച്ചാലും, നിങ്ങൾ ഇനി എത്ര കള്ളപ്രവാചകന്മാര് കയറി ഇപ്പം പറക്കാൻ പോവുക, ഇപ്പം നിങ്ങൾ വിടിവിക്കാൻ പോവുക, ഇപ്പോൾ ഉണർവ, ഇന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകത്തില്ല. അവര് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. ദൈവം വെച്ചിട്ടുള്ള ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. 70 വർഷം കംപ്ലീറ്റ് ആകാതെ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറുകയില്ല. 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ടാകും. അതുകൊണ്ട് 70 കൊല്ലം ഈ അന്യനാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ നിങ്ങൾ ജീവിച്ചോണം. നിങ്ങളുടെ ഇടയിലെ കള്ളപ്രവാചകന്മാര്
വേണ്ടാത്ത ദൂത് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയിൽ തന്നെ അത് നടക്കണം. അല്ലേ? ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയും, ഇപ്പൊ ഇറങ്ങാൻ പറയും. അങ്ങനെയുള്ള ചിലർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോലിയും വേലയും കൂടെ ചെയ്യുക. വേലയ്ക്ക് ജോലി തടസ്സമാകുമ്പോൾ ഇറങ്ങണം. അല്ലേ? വേലയും ജോലിയും കൂടെ ചെയ്തോ. അല്ലേ? വേലയ്ക്ക് ജോലി ഒരു തടസ്സമായി പ്രശ്നമായി മാറുമ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചോണം, വേലയ്ക്ക് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ അവസാനം ഇറങ്ങിയ പലരെ അറിയാം, വേലയില്ല, ജോലിയില്ല. പൂർണ്ണ സമയ സുവിശേഷ വേല എന്തോ പണി? ഒരു പണിയില്ല. ഫുൾ ടൈം മിനിസ്ട്രിയാന്നാ പറഞ്ഞത്, എന്തോ പണി? ഒരു പണിയില്ല. നേരത്തെയാണ് 8 മണിക്കൂർ ജോലിയെല്ലാം ചെയ്ത് ജീവിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല, ഇതുമില്ല. അതുകൊണ്ട് ജോലി ശുശ്രൂഷയ്ക്കൊരു തടസ്സമായി വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ പദ്ധതി ദൈവനിയോഗ പ്രകാരം നടക്കും. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ കാവൽപുരം മുറ്റത്ത് യിരെമ്യാവ് അടയ്ക്കപ്പെട്ട് കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് പ്രവചിക്കുക. ഇസ്രായേലിനോട്, യഹൂദ ജനത്തോട് പറയുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ജെറമ്യാ 33 verses 1 to 3. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്നു നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട് കൊടുക്കുകയാണ്. അരുളപ്പാട് കൊടുക്കുന്ന മഹാദൈവം യിരെമ്യാവിലൂടെ ജനത്തോട് പറയുകയാണ്, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ എന്ന് വെച്ചാൽ പറഞ്ഞ ദൂത് നിവർത്തിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ. ഒരു കാര്യം അനുഷ്ഠിക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കാൻ ദൈവം കൈ നീട്ടിയാൽ ദൈവവേദന അത് ദുർബലമാക്കാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്നോടും നിങ്ങളോടുമുള്ള ദൈവനിയോഗം പൂർത്തീകരിക്കേണ്ടതിനും എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ആലോചന നിറവേറ്റേണ്ടതിനും മഹാദൈവം നമുക്ക് വേണ്ടി കൈനീട്ടിയാൽ അത് നിർണയിച്ചിരിക്കുന്ന യഹോവ അത് നിവർത്തിക്കും. അത് മടക്കാനോ അത് ദുർബലമാക്കാനോ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. യിരെമ്യാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, നിന്നോടുള്ള എന്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചോളും. നിന്നോടൊരു ദൂതുണ്ട്, അത് നിറവേറും. അത് പറഞ്ഞ ദൈവത്തിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. നീ അത് നിറവേറാൻ വേണ്ടി കുറുക്കു വഴികളൊന്നും കണ്ടുപിടിക്കണ്ട, ഷോർട്ട് കട്ടുകളൊന്നും കണ്ടുപിടിക്കണ്ട. യാക്കോബ്, ഏശാവ്, റബേക്കയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണ് ദൂത് വന്നത്, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ദൂത് അമ്മ കേട്ടു. എന്തെല്ലാം തന്ത്രങ്ങളാണ് അമ്മ പറഞ്ഞു കൊടുത്തത് ദൂത് നിറവേറാനായിട്ട്. അവസാനം അനുഭവിച്ചത് മൊത്തം ആരാ? അനുഭവിച്ച മൊത്തം യാക്കോബാണ്. ഒരു നല്ല ആയുസ് മുഴുവനും അനുഭവിച്ചു. മക്കളെ, ഒരു ദൂതുണ്ട് കേട്ടോ, ഒരു ദൂതുണ്ട്. ദൂതുണ്ടെങ്കിൽ ദൂത് നിറവേറും. മൂത്തവൻ ഇളയവനെ സേവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞാണ് നടക്കും. അതിനുവേണ്ടി അപ്പനെ കളിപ്പിച്ച്, ചേട്ടനെ കളിപ്പിച്ച്, കുറുക്ക് വഴികൾ കണ്ടുപിടിച്ച്, വീട് വിട്ടോടി, നാട് വിട്ടോടി, എന്തെല്ലാം പ്രതിസന്ധികൾ. അപ്പനെ കളിപ്പിച്ചവനെ, ചേട്ടനെ കളിപ്പിച്ചവനെ അമ്മായിയപ്പൻ കളിപ്പിക്കുന്നു, പിൽക്കാലത്ത് മക്കൾ കളിപ്പിക്കുന്നു. അവസാനം യാബോക്ക് കടവിൽ വെച്ച് സംഭവിച്ചതെല്ലാം ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് നിലമ്പാട് വീണ് ഞാനൊരു ഉപായിയാണെന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാ ദൈവം തമ്പുരാൻ പേര് മാറ്റി ആളെ ഗോത്രപിതാവാക്കി റൂട്ട് തിരിച്ചു വിടുന്നത്. ആ പുരുഷായുസിന്റെ നല്ല പ്രായം മുഴുവനും കിടന്ന് അനുഭവിച്ചത് മൂത്തവൻ ഇളവനെ സേവിക്കൂ എന്നുള്ള ദൂത് കേട്ട് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് കുറുക്ക് വഴി ചാടി പോയതാ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്,
നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളെക്കുറിച്ചും, നിങ്ങളെ വിളിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ആയുസ് തന്ന, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന, നിങ്ങൾക്ക് ആരോഗ്യം തന്ന, കോവിഡ് പോലെന്ന മഹാമാരി ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോയപ്പോൾ അതിനകത്ത് പെട്ടുപോകാതെ ഇന്നും ആയുസോടും ആരോഗ്യത്തോടും ഭൂമിയുടെ പരപ്പിൽ എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ ദൈവം നിശ്ചയിച്ച സമയത്ത്, ദൈവം നിശ്ചയിച്ച വഴികളിലൂടെ നിറവേറും. ആ ദൂത് നിറവേറാൻ, ആ ആലോചന നിറവേറാൻ, ആ വചനം നിറവേറാൻ, വചനം പറഞ്ഞ ദൈവം, ദൂത് പറഞ്ഞ ദൈവം, വാഗ്ദത്തം നൽകിയ ദൈവം ജാഗരിക്കുന്ന ദൈവമാണ്. നമ്മൾ അതിന്റെ പുറകെ പോയി പണിപ്പെടണ്ട. നമ്മൾ അതിന് കുറുക്ക് വഴിയൊന്നും കണ്ടുപിടിക്കണ്ട. ദാവീദ് രാജാവാകണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം ഇഗ്നോർ ചെയ്ത് അവഗണിച്ചാലും ദാവീദ് എത്താതെ തൈലക്കൊമ്പ് ചരിയുകയില്ല, അഭിഷേകം നടക്കുകയില്ല. ഒരു ചെറുവിരല് പോലും അനക്കാതെ പുൽപ്പുറങ്ങളിൽ നിന്നും രാജസ്ഥാനത്ത് ദാവീദിനെ ദൈവം കൊണ്ടെത്തിച്ചെങ്കിൽ, യോസഫ് മന്ത്രിയാകുമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുവാൻ യോസഫ് തന്റെ ചെറുവിരല് പോലും അനക്കിയില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം കൃപ കൊടുത്തു. യോസഫ് പൊങ്ങി വന്നെങ്ങനെ? ശരീരബലം കൊണ്ടും അഭ്യാസവും കായിക ശേഷി കൊണ്ടൊന്നുമല്ല. എല്ലാവരാലും തള്ളപ്പെട്ട് പൊട്ടക്കുഴിയിലും ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന്റെ ശിക്ഷ കയറി കാരാഗ്രഹത്തിലും ഒക്കെ കിടന്ന യോസഫിനെ ദൈവം അവിടുന്ന് ഉയർത്തിയത് കൃപ കൊണ്ട് മാത്രം. ഒരു സ്വപ്നക്കാരനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്നാൽ കാരാഗ്രഹത്തിൽ കിടന്നവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി. കഷ്ടതയുടെ കഠിന ശോധനകളിലും ഉള്ള ദൈവകൃപയെ ജ്വലിപ്പിച്ചു, ഊതിക്കത്തിച്ചു. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ദൈവം നിന്നിൽ തന്നിട്ടുള്ള ചില കൃപാവരങ്ങളുണ്ട്. അത് കരിന്തിരി എരിയുന്ന ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് കാണുമ്പോൾ അതിനെ ഊതിക്കത്തിക്കുവാൻ മൂപ്പന്മാരെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാനുള്ള നിയോഗമുള്ളവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചോണം. ഉപവസിക്കാൻ ആരോഗ്യവും നിയോഗമുള്ളവര് ഉപവസിച്ചോണം. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ ആമേൻ നിയോഗമുള്ളവർ എഴുന്നേറ്റോണം. പരിശുദ്ധാത്മാവ് എന്തിനാ നിന്നെ കണ്ടിരിക്കുന്നത്? പുൾപിറ്റിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുന്ന ശുശ്രൂഷയായിരിക്കത്തില്ല. പക്ഷേ ബിഹൈൻഡ് ദ കർട്ടന് പുറകിലുള്ള ആരും അറിയാത്ത ചില അനുഭവങ്ങളായിരിക്കും പരിശുദ്ധാത്മാവ് കണ്ടിട്ടുള്ളത്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ മൂടി വയ്ക്കാതെ, ഒളിച്ചു വയ്ക്കാതെ, അതിനെ ഉപേക്ഷയായി വിചാരിക്കാതെ, അതിനെ ജ്വലിപ്പിച്ചെടുക്കുവാൻ, അതിനെ തെളിയിച്ചെടുക്കുവാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഏതുദ്ദേശത്തോടെ നമ്മെ ഈ ഭൂമിയിലാക്കിയോ ആ വചനം നിവർത്തിക്കേണ്ടതിന് ദൈവം ജാഗരിച്ചുകൊള്ളും. നമ്മൾ അതിന് ചെറുവിരൽ പോലും അനക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന അതിനെ അനുഷ്ഠിക്കുന്ന ദൈവം അത് ചെയ്യും. ദൈവം അത് നിവർത്തിക്കും. അത് നിവർത്തിക്കാൻ ദൈവം കൈനീട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ, അതാണ് ഇന്നത്തെ ദൂതിന്റെ പ്രധാന ഭാഗം, ദൈവം പറഞ്ഞത് നിറവേറണമെങ്കിൽ, ദൈവം ഒരിക്കൽ വെളിപ്പെട്ട് വരണമെങ്കിൽ, ദൈവത്തിന്റെ നിയോഗത്തിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. അതാണ് മൂന്നാമത്തെ വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നിനക്ക് വേണ്ടിയുള്ളത് സംഗ്രഹിച്ചു വെച്ചും കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് യിരെമ്യാവിലൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, 11 വരെയുള്ള വാക്യങ്ങൾ, 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 10 കൂട്ടം കാര്യങ്ങൾ ദൈവം ജനത്തിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുക. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒടുവിൽ ചിലപ്പോൾ ഇത് 10 പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇപ്പോൾ 10 കാര്യവും പറഞ്ഞിട്ട് വീണ്ടും ഒന്നെന്ന് തുടങ്ങാം. ആരെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്നെങ്കിൽ, സ്വയം പഠിക്കുന്നെങ്കിൽ അത് പ്രയോജനമാകട്ടെ. ഒന്നാമത്തെ കാര്യം,
മൂന്നാമത്തെ വാക്യമാണ്, നീ അറിയാത്തതും മഹത്വം അഗോചരവുമാകുന്ന കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പൊ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള 10 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തത്, നീ അറിയാത്തതും മഹത്വവും അഗോചരവുമാകും ചില വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവം അത് അറിയിക്കും. രണ്ടാമത്തെ കാര്യം 6-ാമത്തെ വാക്യമാണ്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. രണ്ടാമത്തത് രോഗശാന്തി, 3 ആരോഗ്യം. 4-ാമത്തെ കാര്യം 6-ാം വാക്യത്തിൽ തന്നെയുണ്ട്, ഞാൻ അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തും. സമൃദ്ധി ദൈവം വെളിപ്പെടുത്തും. അടുത്തത് 5-ാമത്തെ കാര്യം 7-ാം വാക്യമാണ്, ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. 5-ാമത്തെ കാര്യം അഭിവൃദ്ധിയാണ്. 6-ാമത്തെ കാര്യം 8-ാം വാക്യം, അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി ഞാൻ അവരെ ശുദ്ധീകരിക്കും. 6-ാമത്തെ അനുഗ്രഹം ശുദ്ധീകരണമാണ്. 7, 9-ാം വാക്യം, ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മകളെ കുറിച്ചും കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുമ്പാകെ അതെനിക്ക് ആനന്ദവും പ്രശംസയും മഹത്വവുമായിരിക്കും. അടുത്ത വാക്യം, ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തം സർവസമാധാനവും നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചുറ്റും പാർക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്റെ തല ദൈവം ഉയർത്തും. നീ സേവിക്കുന്ന ദൈവം മഹാദൈവമെന്ന് അവരുടെ നാവ് കൊണ്ട് പറയത്തക്ക നിലയിൽ ദൈവം നിന്റെ തല ഉയർത്തും. അതാ 9-ാമത്തെ അനുഗ്രഹം. ഇനി 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8, 9, 10 3 അനുഗ്രഹങ്ങളുണ്ട്. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ദുഃഖങ്ങൾ മാറ്റി, നിരാശകൾ മാറ്റി ആനന്ദവും സന്തോഷവും ഞാൻ തരും. ആനന്ദവും സന്തോഷവും തരുമ്പോൾ അതിന്റെ കൂടെ കേട്ടോ, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. എന്ന് വെച്ചാൽ പ്രായം കഴിഞ്ഞിട്ടും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വളർന്നു നിൽക്കുന്ന മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വീട്ടിൽ മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും കേൾപ്പിക്കുമാറ് തലമുറകളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ 9-ാമത്തെ അനുഗ്രഹം, സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ദൈവാലയത്തിൽ സ്തോത്രയാഗ ഉയരും, ആരാധന ഉയരും. 10-ാമത്തെ വിടുതല്, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും. ഞാൻ സ്ഥിതി മാറ്റും. ഈ 10 കൂട്ടം കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. നീ അറിയാത്തതും മഹത്വം അഗോചരമായ വഴികളെ ഞാൻ നിന്നെ അറിയിക്കും. 2, ഞാൻ നിനക്ക് രോഗശാന്തി തരും. 3, ഞാൻ നിനക്ക് ആരോഗ്യം തരും. 4, ഞാൻ നിനക്ക് സമൃദ്ധി തരും. 5, ഞാൻ നിനക്ക് അഭിവൃദ്ധി തരും. 6, ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. 7, ജാതികളുടെ നടുവിൽ നിന്റെ തല ഉയർത്തും. 8, നിന്റെ വീട്ടിനകത്ത് ആനന്ദവും സന്തോഷവും തരും. 9, നീ ആരാധിക്കുന്ന സഭയിൽ സ്തോത്രയാഗങ്ങൾ, സ്തുതികൾ ഉയരും.
ജനം എഴുന്നേറ്റ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളോ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. 10, ദൈവം നിന്റെ സ്ഥിതി, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി, നിന്റെ ദേശത്തിന്റെ സ്ഥിതി മാറ്റും. ഈ 10 കൂട്ടം നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു പാക്കേജ് മഹാദൈവം ഒരുക്കി വെച്ചിട്ട് ജനത്തോട് പ്രവാചകനിലൂടെ ദൂത് വിളിച്ചു പറയുക, ഇത് നിറവേറണമെങ്കിൽ അലസരായി, മടിയരായി, നിദ്രാപ്രിയരായി, ലോകസ്നേഹികളായി, ജഡമോഹികളായി ജീവിച്ചാൽ ഈ വാഗ്ദത്തങ്ങൾ നിറവേറുകയില്ല. ഇത് ദൈവം തരുന്ന നന്മകളാണ്. ഇത് പ്രാപിച്ചെടുക്കാനുള്ള ഏക വഴി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. ശപിക്കപ്പെട്ട പട്ടണമാകുന്ന യെരിഹോവിന്റെ വാതിക്കൽ ഇരുന്ന് കുരുടനായ ബർത്തിമായി, തിമായിയുടെ മകനായ ബർത്തിമായി നിലവിളിക്കുക. യേശു അതുവഴിയായി കടന്നു പോകുന്ന വാർത്ത കേട്ടു. ബർത്തിമായി നിലവിളിക്കുക. എന്തിനാ നിലവിളിക്കുന്നേ? എന്താ നിലവിളിക്കുന്നത്? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. ചില ആളുകൾ പറഞ്ഞു മിണ്ടാതെ വെടിയിടാന്ന് പറഞ്ഞു. പക്ഷെ അവന് മനസ്സിലായി, ഇപ്പം വിളിച്ചാൽ കാര്യം നടക്കും. 10 മിനിറ്റ് കഴിഞ്ഞോ 10 മിനിറ്റ് മുമ്പോ വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ യേശു എന്റെ അടുക്കലൂടെ പോകുന്ന സമയമാണ്. എനിക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ പ്രസൻസ്, ആ ആരവം ഫീൽ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ആത്മാവിന്റെ ഒരു ചലനം ഉണ്ടാകുന്നത് നമ്മുടെ അന്തരാത്മാവിൽ അത് ദൈവിക സാന്നിധ്യമായി ഫീൽ ചെയ്യുമ്പോൾ നാം അത് മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ച് സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തികളുടെ, വിടുതലുകളുടെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അനുഭവങ്ങളാവും. നമ്മളോടുള്ള ദൂതിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ദൂത് നിറവേറുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബർത്തിമായി നിലവിളിച്ചു. പല ആളുകൾ ഒതുക്കാൻ നോക്കി, അവന്റെ വാ കെട്ടാൻ നോക്കി, അവനെ ആക്രമിക്കാൻ നോക്കി, നിരാശപ്പെടുത്താൻ നോക്കി, നിരുത്സാഹപ്പെടുത്താൻ നോക്കി. പക്ഷെ അവൻ നിർത്തിയില്ല. വചനം പറയുന്നു, എത്രത്തോളം അവനെ ഒതുക്കാൻ നോക്കിയോ അത്രത്തോളം അവൻ ശക്തിയോടെ നിലവിളിച്ചു, ശബ്ദമുയർത്തി നിലവിളിച്ചു. ക്രിസ്തീയ ജീവിതത്തിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിൽ ഒതുക്കുവാൻ, അടിച്ചിരുത്തുവാൻ, കോർണർ ചെയ്യുവാൻ ദുഷ്ടപിശാച്, വല്ലാത്തവരും ചതിയരും ദുഷ്ടരുമായ മനുഷ്യരെ കയ്യിലെടുത്ത് നിനക്ക് വിരോധമായി വരുമ്പോൾ ഇത് നിന്റെ ആത്മീക ജീവിതത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കി അതിന്റെ റൂട്ടിൽ പരിശുദ്ധാത്മാവിൽ അതിനെ ശാസിച്ച് അതിനു മേലെ ജയം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി നിലവിളിച്ചു. യേശു നിന്നു. യേശുവിനെ അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. അവൻ കുരുടനാണെന്ന് യേശുവിനറിയാം, അല്ലേ? സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ പോയ ഒരു മീന്റെ വയറ്റിൽ കിടന്ന ദ്രഹ്മപ്പണം കാണാൻ കഴിവുള്ള സൃഷ്ടാവായ യേശുവിന് അറിയത്തില്ലേ അവൻ കുരുടനാണ്? അവന്റെ സൃഷ്ടാവല്ലേ കർത്താവ്? പക്ഷെ അവനോട് ചോദിക്കുക, എന്താ പ്രശ്നം? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവന്റെ ആവശ്യം അവനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവന്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? കുറെ നാൾ കഴിയുമ്പം അവൻ നിത്യവൃത്തിക്ക് പോലും ചിലപ്പം ഭാഗ്യമില്ലാതെ നടക്കും. അവൻ പറയും, ഞാൻ വെറുതെ അവിടെ ഇരുന്നതാ, ആ കർത്താവ് വന്ന് എൻ്റെ കണ്ണ് തുറന്ന് ഇപ്പൊ എൻ്റെ ഉള്ള ഉപജീവനമാർഗം കൂടെ പോയി കിട്ടി, ഇത് വേണ്ടാത്ത പണിയായിപ്പോയെന്ന് അവൻ തന്നെ പറയും. കരഞ്ഞും വിളിച്ചു ഉപവസിച്ചും ഒക്കെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച പലരും കിട്ടിയ നന്മയെ ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ പലർക്കും അറിയാം. ഒരു കാലത്ത് തന്നേ തീരൂ എന്ന് പറഞ്ഞ് മേടിച്ചതാ. പക്ഷെ പിന്നത്തേതിൽ പലർക്കും അതിന് സന്തോഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിനെ ശപിക്കുന്ന, പ്രാകുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് നമുക്ക് എത്രത്തോളം അതിനകത്ത് ആവശ്യബോധം ഉണ്ടെന്നുള്ള കാര്യം, എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ കൊണ്ട് തെളിയിച്ചിട്ട് മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്,
പഠിച്ചങ്ങോട്ട് ഇറങ്ങി ക്യാമ്പസിൽ വെച്ച് തന്നെ ഒരു ജോലി കിട്ടിയെങ്കിൽ മാനേജർ ഒന്ന് മുഖം കറപ്പിച്ചാൽ മതി, ദേഹം കിടക്കുമ്പോൾ ഇട്ടിട്ടങ്ങ് പോകും. അതേസമയം പഠിച്ചിറങ്ങി 6 മാസം ഒരു പണിയും കിട്ടാതെ ഫയലും കൊണ്ട് തെക്ക് വടക്ക് നടന്ന് കുറേ വെയിലും കൊണ്ട് മഴയും കൊണ്ട് മഞ്ഞും കൊണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കിട്ടിയൊരു ജോലിയാണെങ്കിൽ മാനേജർ മുഖം കറപ്പിച്ച് പോയിട്ട് അടിച്ചാൽ പോലും അവിടെ ജി സാബ് യെസ് സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്നോളും. കാരണം അത് മേടിച്ചത് എങ്ങനെയാണെന്ന് അവനറിയാം. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചാൽ അതിനെ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാ ദൈവം പറയുന്നത്, നീ പ്രാർത്ഥിക്കരുത്, നിനക്ക് ആവശ്യബോധം ഉണ്ടോ ഞാനൊന്ന് അറിയട്ടെ. അല്ലാതെ തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നെന്നും പറഞ്ഞ് കിടന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ച നന്മകളുണ്ട്. അത് കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യബോധം ഉണ്ടെന്ന് നമ്മൾ ദൈവത്തിന് തെളിയിക്കണം. ഈ 10 കൂട്ടം കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് യിരെമ്യാവിലൂടെ ജനത്തോട് പറയുക, എന്നെ വിളിക്ക്, എന്റെ കയ്യിൽ പരിഹാരമുണ്ട്, നീ എന്നെ വിളിക്ക്. നീ അറിയാത്തതും മഹത്വം അഗോചരമാകുന്ന വഴികൾ, കോരശിനോട് പറഞ്ഞതുപോലെ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്നല്ല, ഒരു ചെവി കേട്ടിട്ടില്ലെന്നും അല്ല. ഞാൻ ഓഫ്ലൈൻ മീറ്റിങ്ങിലൊക്കെ പറയുമ്പോൾ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറയും. കാരണം പലരും പറഞ്ഞേക്കാം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ലെന്ന്. അപ്പൊ മറ്റേ കണ്ണ് കണ്ടിട്ടുണ്ടോ? മറ്റേ ചെവി കേട്ടിട്ടുണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ലാത്ത മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, ഇരുട്ടിന നിക്ഷേപങ്ങൾ നിനക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മല കയറുമ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞ പോലെ മറു സൈഡിൽ കൂടെ ഒരു ആട്ടിൻകുട്ടിയും കയറി വരുന്നുണ്ട്. പക്ഷെ അബ്രഹാമിനത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ യഹോവ കരുതും കരുതും കരുതും, യഹോവ ജൈറേ, യഹോവ കരുതും എന്നും പറഞ്ഞ് മല കയറുക. ഈ 2026-ലും ജീവിതത്തിന്റെ ചില വൻമലകളെ യഹോവ കരുതും, യഹോവ കരുതും, ദൈവം കൈവിടത്തില്ല, ദൈവം കരുണ കാണിക്കും, ദൈവം ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ് വളരെ കണ്ണീരോടും വേദനയോടും തലമുറയെയും കയ്യെ പിടിച്ചുകൊണ്ട് ജീവിതഭാരമാകുന്ന മല കയറുന്ന ദൈവ പൈതലേ, നിരാശപ്പെടണ്ട. മറു സൈഡിലൂടെ നിനക്കുള്ള കരുതലും കയറി വരുന്നുണ്ട്. അതതിന്റെ സമയമാകുമ്പോൾ അത് വെളിപ്പെടേണ്ട സ്ഥലത്ത് എങ്ങും ഓടിപ്പോകാതെ അതിനെ കുറുങ്കാട്ടിൽ കുരുക്കിയിട്ടതുപോലെ നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളെ ആമേൻ ദൈവം ഒരുക്കി അതിന്റെ പൂർണ്ണതയുടെ സമയത്ത് നിന്റെ കണ്ണിൽ മുമ്പിൽ വെളിപ്പെടുത്തി. ഓ യഹോവ ഇരേ എന്ന് നീ പറഞ്ഞ, യഹോവ കരുതുമെന്ന് പറഞ്ഞ അതേ വിശ്വാസത്താൽ കരുതുന്ന ദൈവത്തെ ദൈവം വെളിപ്പെടുത്തും. പക്ഷെ ഒരുപക്ഷെ അത് അങ്ങേയറ്റം മകനെ കൈയും കാലും കെട്ടി കത്തി കൊണ്ട് കഴുത്തെ വെക്കുന്നിടം വരെയുള്ള ഒരു സമയം വരെ ദൈവം പരീക്ഷിച്ചെന്നിരിക്കും. പക്ഷെ പിറുവിറുക്കലിന് കേട്ടോ, ആദ്യം പറഞ്ഞ വാക്ക് തന്നെ അവസാനം വരെ പറഞ്ഞോണം. യഹോവ കരുതിക്കൊള്ളും മോനെ എന്ന് പറഞ്ഞെങ്കിൽ മല കയറി മേളിലെത്തിയപ്പോ എന്തിയടാ കരുതലെന്ന് ചോദിക്കരുത്. നീ ആദ്യം നിന്റെ വാ കൊണ്ട് എന്തു പറഞ്ഞ് ആ വിശ്വാസത്തിന്റെ വചനം തന്നെ ആമൻ കരുതൽ വെളിപ്പെടുന്നവരെ പറഞ്ഞോണം. ദൈവം കരുതും, ദൈവം കരുതും, ദൈവം കരുതും. ഇത് പറഞ്ഞും കൊണ്ട് ചൂടുകൾ വെച്ച് മുന്നോട്ട് പോവുക. കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ നീ അറിയാത്തതും മഹത്വം അഗോചരമായ ചില വഴികളുണ്ട്. നമ്മുടെ ഈ ലിമിറ്റഡ് നോളജിൽ, നമ്മുടെ പരിമിതമായ അറിവിനകത്ത് ഉള്ള കാര്യങ്ങളല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് എനിക്കും നിങ്ങൾക്കും വേണ്ടി 100 കണക്കിന് വഴികളുണ്ട്. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയുമുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്.
നമുക്ക് 4 സ്കൂളിന്റെ പേരറിയാം, 5 ഹോസ്പിറ്റലിന്റെ പേരറിയാം, 10 കമ്പനിയുടെ പേരറിയാം, 8, 10, 25 രാജ്യങ്ങളുടെ പേരറിയാം. ഇതിനപ്പുറം നമുക്ക് വല്ലതും അറിയാവോ? എന്നാൽ ഇതൊന്നും അല്ല ലോകം. ഭൂമിയോ അതിന്റെ പൂർണ്ണതയും ഭൂതലോ അതിന്റെ നിവാസിലെ യഹോവയ്ക്കുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ 100 കണക്കിന് വഴികൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ഉപവസിക്കണം, നമ്മൾ നിലവിളിക്കണം. അപ്പൊ ആരെയെങ്കിലും ദൈവം നമ്മളെ കണക്ട് ചെയ്യിക്കും. എവിടെ നിന്നെങ്കിലും ഒരു ന്യൂസ് നമ്മൾ കാണും, എവിടെ നിന്നെങ്കിലും ഒരു പേപ്പർ കട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മുടെ അടുക്കൽ വരും. അങ്ങനെയാണ് വഴികൾ തുറക്കപ്പെടുന്നത്. അത് വരണമെങ്കിൽ, ആ കണക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നീ അറിയാത്തതും മഹത്വം അഗോചരമാകുന്ന വഴികളെ ദൈവം നിന്നെ അറിയിക്കും. അടുത്തത്, ദൈവം നിനക്ക് രോഗശാന്തി തരും, ദൈവം നിനക്ക് ആരോഗ്യം തരും. 38 വർഷമായി ബേഥസ്ദ കുളക്കര തളർന്നു കിടന്ന മനുഷ്യൻ യേശു അവന്റെ അടുക്കൽ ചെന്ന്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. അത്ര പറഞ്ഞോളൂ. പാരമ്പര്യവും ചരിത്രവും വന്ന വഴിയും കുടുംബ പേരും 38 കൊല്ലം കൊണ്ട് കിടക്കുവാന്ന് ഒന്നും പറഞ്ഞില്ല. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. യേശു പറഞ്ഞു, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇനി കുളം കലക്കുന്നതോ ദൂതൻ ഇറങ്ങുന്നതോ ആരെങ്കിലും കൊണ്ട് അവിടെ വെള്ളത്തിൽ ഇടുന്നതോ ഒന്നും നീ നോക്കണ്ട. ആ പ്രൊസീജിയറെ എടുത്തു മാറ്റി, അവിടുത്തെ സിസ്റ്റം ദൈവം എടുത്തു മാറ്റി. എഴുന്നേക്ക്. അവൻ എഴുന്നേറ്റു. അതാ രോഗശാന്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. 38 കൊല്ലം കൊണ്ട് കിടക്കുന്ന ബെഡ്റോൾ ഉണ്ടല്ലോ, അത് ചുരുട്ടി തലയിൽ വെച്ചോണ്ടാവും പോന്ന പോക്ക് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. രോഗശാന്തി നൽകുന്ന ദൈവം, രോഗശാന്തിയോട് കൂടെ ആരോഗ്യവും നൽകുന്ന ദൈവമാണ്. ആരോഗ്യമില്ലാത്ത രോഗശാന്തി കൊണ്ട് എന്താ പ്രയോജനം? നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിനക്ക് അറിയാത്തതും മഹത്വവും അഗോചരമാകുന്ന വഴികളെ അറിയിക്കും. അവൻ നിനക്ക് രോഗശാന്തി തരും, അവൻ നിനക്ക് ആരോഗ്യം തരും. അടുത്തത്, അവൻ നിനക്ക് സമൃദ്ധി തരും. അബണ്ടൻസ്. എന്താ സമൃദ്ധി? ഒന്നിലധികം കാര്യങ്ങൾ ഉപയോഗിക്കത്തക്കവണ്ണം സമൃദ്ധമായ അനുഭവങ്ങൾ. അവൻ നിനക്ക് പ്രോസ്പിരിറ്റി തരും, അവൻ നിനക്ക് അഭിവൃദ്ധി തരും, അവൻ നിന്നെ ഉയർത്തും. മാത്രമല്ല, ദൈവം നിനക്ക് ശുദ്ധീകരണം തരും. വചനത്താലുള്ള ശുദ്ധീകരണം, യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിലുള്ള ശുദ്ധീകരണം, യേശുക്രിസ്തുവിന്റെ നാമത്താലുള്ള ശുദ്ധീകരണം, കഷ്ടതയുടെ കഠിന ശോധനകളിലുള്ള ശുദ്ധീകരണം. ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. മാത്രമല്ല, നീ പാർക്കുന്ന നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നീ പാർക്കുന്ന ജാതികളുടെ ഇടയിൽ അവര് വിറയ്ക്കുമാറ് നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി നിന്റെ തല ഉയർത്തും. നിന്റെ കുടുംബത്തിനകത്ത് ആനന്ദവും സന്തോഷവും വിലാപത്തെ നൃത്തമാക്കി രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ച് അവൻ ആനന്ദവും സന്തോഷവും മടക്കി വരുത്തും. മണവാളന്റെ ശബ്ദം, മണവാട്ടിയുടെ ശബ്ദം, മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടക്കും. തലമുറകളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. വീട്ടിനകത്ത് ആനന്ദമുണ്ടാകും. അവരുടെ പ്രായമോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ കളറോ ഒന്നും നിനക്കൊരു ഭാരമായിരിക്കാം. പക്ഷേ അവരെ സൃഷ്ടിച്ച ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളിയെയും ഒരു ഭാഗത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ സമയത്ത് അതിന്റെ പൂർണ്ണതയിൽ അത് വെളിപ്പെട്ട് വരും. പക്ഷെ പ്രാർത്ഥന മുടക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. ആനന്ദവും സന്തോഷവും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ദൈവം കേൾപ്പിക്കും. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ സന്തോഷത്തോടെ യോഗത്തിന് പോകും, ആലയത്തിൽ ചെന്ന് പാടും. എന്താ പാടുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളൂ. ഇതേ ഉള്ളൂ പറയാൻ. വേറെ പാട്ടൊന്നും പാടാനില്ല. പാടാനുള്ള പാട്ട് ഇതേ ഉള്ളൂ. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ അറിയാം, ഈ 2 വരി പാട്ട് എവിടെയൊക്കെ പാടിയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ വിടുതൽ നടന്നിട്ടുണ്ട്. ശലോമോന്റെ ദൈവാലയത്തിൽ ഈ 2 വരി പാട്ട് പാടി, അവിടെ ദൈവതേജസ് ഇറങ്ങി. യഹോശാഫാത്തും കൂട്ടരും ഈ 2 വരി പാട്ട് പാടി, അവിടെ ശത്രു തോറ്റ് ചന്നം ചിഹ്നം ഓടുമാറ്
ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഏതാ 2 വരി പാട്ട്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എവിടെയൊക്കെ അത് പാടാൻ നമുക്ക് മനസ്സുണ്ടോ? വീട്ടിൽ കുടുംബനാഥൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ആമേൻ മറ്റു കുടുംബാംഗങ്ങൾ ചേർന്ന് പറയണം അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. ദൈവസഭയിൽ പാസ്റ്റർ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുമ്പോൾ ജനം ഏറ്റുപാടണം അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇതെവിടെ ഉയരുമോ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഏറ്റവും ഒടുവിൽ 10ാമത്തെ അനുഗ്രഹം, ദൈവം നിന്റെ സ്ഥിതി മാറ്റുമെന്ന്. ദൈവം നിന്റെ ദേശത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന്. നിന്റെ സ്ഥിതി മാറ്റാനായിട്ടൊരു സന്ദർശനം ഉണ്ടാകുമെന്ന്. 14-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലും 53-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലും ആമേൻ ഒരേപോലെ ആവർത്തിക്കുന്ന ഒരു വചനമുണ്ട്. 14-ന്റെ 7-ഉം 53-ന്റെ 6-ഉം സങ്കീർത്തനം എന്താണെന്നറിയാമോ? യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. 2 വാക്യം 2 ഒരേപോലെ പറഞ്ഞിരിക്കുക. യഹോവ തന്റെ ജനത്തിന്റെ, എല്ലാവരുടെ അല്ല കേട്ടോ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ പരമാർത്ഥയോടെ സേവിക്കുന്ന തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ സന്തോഷമാ. ഇസ്രായേൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിന്റെ സന്തോഷമാ. അപ്പൊ നീയും നിന്റെ കുടുംബവും ആനന്ദിക്കത്തക്കവണ്ണം, ശുശ്രൂഷകന്മാരെ നാം ശുശ്രൂഷിക്കുന്ന സഭയും ആനന്ദിക്കത്തക്കവണ്ണം ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. സഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വിളിച്ചു പറയുന്നു, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ജനത്തിന്റെ സ്ഥിതി മാറ്റും. അങ്ങനെയെങ്കിൽ സ്ഥിതി മാറാനുള്ള ഒരു സന്ദർശനം, ഒരു ഡിവൈൻ വിസിറ്റേഷൻ ദൈവം അയക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ബേഥലഹേമിനെ സന്ദർശിച്ച് ആ നാടിന്റെ ക്ഷാമം മാറ്റിയതുപോലെ ദേശം വിട്ടോടിയ നവോമിയെ പോലെയുള്ളവർ മടങ്ങി വരത്തക്കവണ്ണം അപ്പത്തിന്റെ ഭവനമായ ബേഥലഹേമിന്റെ ക്ഷാമത്തെ മാറ്റി ബേഥലഹേമിനെ സന്ദർശിച്ച് അവിടെ ജനത്തിന് ഭക്ഷണം കൊടുത്ത് ആ ദേശത്തിനു മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ചില ക്ഷാമങ്ങളുടെ മേൽ, ചില ശൂന്യതകളുടെ മേൽ, ചില ഇല്ലായ്മകളുടെ മേൽ, ചില ബുദ്ധിമുട്ടുകളുടെ മേൽ, ചില രോഗങ്ങളുടെ മേൽ, ചില രോഗമുള്ള ശരീരത്തിന്റെ മേൽ ദൈവം ഒരു സന്ദർശനം അയച്ചാൽ സ്ഥിതി മാറുമെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടാകട്ടെ, ദൈവികമായ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ആ ഭാഗത്തിലേക്കൊന്ന് വന്നേ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സസ് 1 to 3. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ. 3-ാം വാക്യം എല്ലാവരും ശ്രദ്ധിച്ചു. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ഈ 10 കൂട്ടം നന്മകളുടെയും വിടുതലിന്റെയും വ്യക്തിപരമുണ്ട്, കുടുംബപരമുണ്ട്, തലമുറയോടുള്ള ബന്ധത്തിലുണ്ട്, ആലയത്തോടുള്ള ബന്ധത്തിലുണ്ട്, പാർക്കുന്ന ദേശത്തോടുള്ള ബന്ധത്തിലുണ്ട്. മൊത്തത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന, മനുഷ്യൻ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയകളെയും കവർ ചെയ്തും കൊണ്ട്
പരിശുദ്ധാത്മാവ് പറയുന്ന 10 കൂട്ടം കാര്യങ്ങളാണ്. ഇത് ഇവിടം കൊണ്ട് നിങ്ങൾ നിർത്തരുത്. ഇന്ന് രാത്രി അധ്യായം വീണ്ടും വായിക്കണം, ഇത് നാളെയും വായിക്കണം. ഒരു ബുക്കെടുത്ത് ഈ കാര്യങ്ങൾ എഴുതണം. ഇത് നിറവേറാൻ കർത്താവേ എന്നോട് സംസാരിച്ച ദൂതാണ്. ഇതിൽ 10ഉം ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി വരികയില്ല. പക്ഷെ ഒന്നെങ്കിലും വേണ്ടാത്ത ആരും ഇവിടെ ഇരിപ്പില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക ദൂത് നിങ്ങൾ വിശ്വസിച്ചേറ്റെടുത്ത് ദൈവസനം നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ വ്യത്യസ്തമാകുന്ന ചില അനുഭവങ്ങളിലൂടെ മുൻപോട്ട് നടത്തുവാൻ ദൈവം ശക്തനാണ്. ശുദ്ധീകരണം ആവശ്യമുള്ളവർ, ആമേൻ, ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും രക്തത്താലുമുള്ള ശുദ്ധീകരണം ഏറ്റെടുത്ത്, രോഗശാന്തി ആവശ്യമുള്ളവർ, ആരോഗ്യം ആവശ്യമുള്ളവർ, തലമുറകളുടെ ഭാവി സംബന്ധമാകുന്ന വിഷയങ്ങളിൽ വിടുതൽ നടക്കേണ്ടവർ, ദൈവാലയത്തിൽ സ്തോത്രയാഗം ഉയരാതെ ആമേൻ കണ്ണീരും നിലവിളിയുമായി കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ആനന്ദവും സന്തോഷവും ആരാധനയും ഉയരത്തക്കവണ്ണം പാർക്കുന്ന ദേശത്തിന്മേൽ ഇടപെടുന്ന വിഷയങ്ങളുടെ മേൽ ആമേൻ സ്ഥിതികൾ മാറ്റിക്കൊണ്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ അനുഷ്ഠിക്കുന്ന ദൈവം, അതിനെ നിവർത്തിക്കുവാൻ നിർണയിച്ചിരിക്കുന്ന ദൈവം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ കണ്ടു, ദൈവം നമ്മെ അറിഞ്ഞു, ദൈവം നമ്മെ വേർതിരിച്ചു, ദൈവം നമ്മെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതീക്ഷിക്കാത്ത വഴികളിലുള്ള ആക്രമണങ്ങളുണ്ട്. നിരാശപ്പെട്ടു പോകരുത്. നിന്നോട് അരുളിച്ച് നിവർത്തിക്കുവാൻ, നിന്നോടുള്ള ദൂത് നിറവേറ്റുവാൻ അതിന്റെ പുറകെ ആലോചന നൽകിയ ദൈവം ഉത്തരവാദിയാണ്. അവന് ജാഗരിച്ചുകൊള്ളു. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ട ദൂതുകളിൽ ഏതൊക്കെ ഏറിയകളിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് അടിയൻ അറിയുന്നില്ല. എന്നാൽ അങ്ങയുടെ ജനത്തിന്റെ ജീവിതത്തിൽ ഈ വചനം നിറവേറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന് ദാസൻ മാത്യു ഡാനിയലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഷൂറനായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവിന് ദാസന്മാർക്കായി, കർത്താവിന് ദാസിമാർക്കായി സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹകരിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.